വേദവ്യാസ മഹർഷി ഈ 1.25 ലക്ഷം ശ്ലോകങ്ങളും നേരിട്ട് ദർശിച്ചതാണോ, നേരിട്ട് കണ്ടതാണോ? വിത്ത് ഹിസ് ഫിസിക്കൽ ബോഡി, ശരീരം കൊണ്ട്. അതാണ് അടുത്ത നമുക്ക് ആലോചിക്കേണ്ടത്. ഈ മഹാഭാരതത്തിൽ പല സ്ഥലത്തും വ്യാസഭഗവാൻ കയറി വരുന്നുണ്ട്. കാരണം അന്ന് അദ്ദേഹം സമകാലീനനായിരുന്നു എന്ന് ചുരുക്കം. ആ കാലത്ത് ജീവിച്ചിരുന്ന ആൾ തന്നെ. പക്ഷേ എല്ലാ രംഗങ്ങളും അദ്ദേഹം ശരീരം കൊണ്ട് കണ്ടു എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സംഭവ്യമല്ല, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വ്യാസഭഗവാൻ ആരാണ്? ശ്രീമദ് ഭഗവത്ഗീതയിൽ 10ാമത്തെ അധ്യായമായിട്ടുള്ള വിഭൂതി യോഗത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, മുനീനാം അപ്യഹം വ്യാസ, മുനിമാരിൽ ഞാൻ വ്യാസനാകുന്നു എന്ന്. അതായത് വ്യാസൻ എന്ന് പറയുന്ന ആരാണ്? ഭഗവാൻ തന്നെ. അപ്പം യാതൊരു സംശയവും ഇല്ല. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പൂർവ്വപീഠികയുണ്ട്. പൂർവ്വപീഠിക എന്ന് പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് മുമ്പുള്ള ആദ്യ ഭാഗം. അതിൽ വ്യാസഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമ. വ്യാസായ വിഷ്ണുരൂപായ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാസഭഗവാൻ ആരാണ്? ഭഗവാൻ വിഷ്ണു തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് ഫിസിക്കൽ പ്രസൻസ് വേണോ? അദ്ദേഹത്തിന് ഇതെല്ലാം തൻ്റെ മനോമുകുരത്തിൽ ദർശിക്കാൻ സാധിക്കും. ഇനി മാത്രമല്ല, ഭഗവത്ഗീതയ്ക്ക് ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ചപ്പോൾ ശങ്കരാചാര്യർ വ്യാസഭഗവാനെ വിശേഷിപ്പിക്കുന്ന ഒരു പദമുണ്ട്, സർവജ്ഞൻ എന്നാണ്. സർവജ്ഞൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സർവം ജാനാതി ഇതി സർവജ്ഞ. സർവം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം അറിയുന്നവൻ ആണ് സർവജ്ഞൻ. അപ്പം എന്തൊക്കെയുണ്ട്? പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പണ്ട് കാലത്ത് നടന്നത്, ഇപ്പം നടക്കുന്നത്, ഇനി വരാൻ പോകുന്നതും അറിയുന്നവനാണ് സർവജ്ഞൻ. നമ്മൾ ക്രാന്തദർശികൾ എന്നൊക്കെ പറയില്ലേ? പക്ഷെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ക്രാന്തദർശി എന്നുള്ള പേരൊക്കെ അസ്ഥാനത്താണ് ഉപയോഗിക്കുന്നത് എന്ന്. ഇന്നത്തെ കവികളെയൊക്കെ നമ്മൾ ക്രാന്തദർശി എന്ന് പറയും. ക്രാന്തദർശി എന്ന് പറഞ്ഞാൽ ഭൂതവും വർത്തമാനവും ഭാവിയൊക്കെ അറിയാവുന്നവർക്ക് മാത്രമേ ഇതുപോലുള്ള അലങ്കാരങ്ങളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ സർവജ്ഞൻ എന്ന് കേട്ടിട്ടുണ്ട്, അല്പജ്ഞൻ എന്ന് കേട്ടിട്ടുണ്ട്. ഒന്നും അറിയാൻ മേലാത്തതായിട്ട് ആരുമില്ല അല്ലേ? എന്തെങ്കിലും കുറച്ചൊക്കെ അറിയാം. അപ്പം അവരെ നമ്മൾ അല്പജ്ഞൻ എന്ന് പറയും. എല്ലാം അറിയാവുന്നവൻ ആരാണ്? സർവജ്ഞൻ. ഇപ്പോൾ ഭാഷ്യകാരൻ തന്നെ, ശങ്കരാചാര്യർ തന്നെ വ്യാസഭഗവാൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സർവജ്ഞൻ. അപ്പോൾ പിന്നെ ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് പറയണോ? അദ്ദേഹം ഇതെല്ലാം ദർശിച്ചു. അദ്ദേഹം ആഗ്രഹിച്ചാൽ അദ്ദേഹത്തിന് ഇത് മുഴുവൻ മനോമുകുരത്തിൽ ദർശിക്കാൻ സാധിക്കും, ഈ നടന്ന സംഭവങ്ങളെല്ലാം. പക്ഷെ അദ്ദേഹത്തിന് തോന്നി ഇതെല്ലാം ഒരു പുസ്തക രൂപത്തിലാക്കണം. അപ്പം നേരെ ബ്രഹ്മദേവൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എനിക്കിതെല്ലാം ഒന്ന് ഗ്രന്ഥരൂപത്തിലാക്കണം എന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഗണപതി ഭഗവാനെ പിടിച്ചാൽ മതി, ഗണപതി ഭഗവാൻ സഹായിക്കും. ബാക്കി കഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അങ്ങനെ ഗണപതി ഭഗവാന്റെ സഹായത്തോടുകൂടി മഹാഭാരതം ഈ 1.25 ലക്ഷം ശ്ലോകങ്ങൾ എഴുതി തീർക്കുകയാണ് ചെയ്തത്. തീർത്തു കഴിഞ്ഞപ്പോൾ തീർത്തു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് വീണ്ടും ബ്രഹ്മദേവൻ്റെ അടുക്കൽ പോയി. എന്നിട്ട് ബ്രഹ്മദേവനോട് പറഞ്ഞു, ഞാനിതെല്ലാം എഴുതി തീർത്തു, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ബ്രഹ്മദേവനും അതെല്ലാം അംഗീകരിച്ചു. എന്ന് പറഞ്ഞാൽ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണെന്ന് ഒന്നും കൂടി അംഗീകരിച്ചു. പക്ഷേ അതോടൊപ്പം ബ്രഹ്മദേവൻ പറയുന്ന ഒരു വാക്യമുണ്ട്. അതായത് ഈ മഹാഭാരതത്തിന് തുല്യമായി ഇനി ലോകത്ത് ഒരു കൃതിയും ഒരു കവീന്ദ്രനും രചിക്കാൻ സാധ്യമല്ല, അത്രമാത്രം വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമാണിത് എന്ന്. ഇത് മഹാഭാരതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളാണ് ഉള്ളത്. പർവ്വം എന്ന് പറഞ്ഞാൽ സാധാരണ ഭാഷയിൽ അധ്യായം എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ രാമായണത്തിൽ കാണ്ഡം എന്ന് പറയില്ലേ, ശ്രീരുദ്രത്തിൽ അനുവാകം എന്ന് പറയും. അപ്പോൾ ഓരോ അധ്യായങ്ങൾ നോർത്താൽ മതി. ഈ ഓരോ അധ്യായങ്ങൾക്കും വീണ്ടും അതിൻ്റെ അകത്ത് ധാരാളം അധ്യായങ്ങളുണ്ട്. അതായത് ഓരോ പർവ്വങ്ങൾക്കുള്ളിലും വീണ്ടും കുറേ സബ്ബായിട്ടുള്ള പർവ്വങ്ങളുണ്ട്. അതിനകത്ത് ധാരാളം അധ്യായങ്ങളുണ്ട്. അപ്പോൾ ആദി പർവ്വം തൊട്ട് 1ാമത്തെ പർവ്വം ആദി പർവ്വം, 18ാമത്തെ പർവ്വം സ്വർഗാരോഹണ പർവ്വം, ഇതുവരെയാണ് 18 പർവ്വം. ഇതിൽ ആദി പർവ്വത്തിൻ്റെ ആദ്യത്തെ സബ് ഡിവിഷനായിട്ടുള്ള അനുക്രമണികാ പർവ്വമുണ്ട്. അതിൽ ഇത് കൃത്യമായിട്ട് ഈ ബ്രഹ്മദേവൻ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ അനുക്രമണികാ പർവ്വത്തിൽ പറഞ്ഞിരിക്കുന്നത് മഹാഭാരതം രചിക്കാനുള്ള സാഹചര്യമൊക്കെ ആദ്യം ഒരു കഥയിലൊക്കെ കയറുമ്പോൾ
ഇത് എഴുതാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അല്ലേ? നമ്മൾ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് എഴുതാൻ തോന്നിയത് എന്നൊക്കെ ചിലപ്പോൾ ഗ്രന്ഥകാരന്മാർ എഴുതാറുണ്ട്. അപ്പം അതുപോലെ തന്നെ മഹാഭാരതം രചിക്കാനുണ്ടായ സാഹചര്യവും ബ്രഹ്മദേവൻ ഈ രീതിയിൽ അനുഗ്രഹിച്ച്, അതായത് ഇനി ഈ പ്രപഞ്ചത്തിൽ ഇതുപോലൊരു ഗ്രന്ഥം ഉണ്ടാവില്ല എന്ന് അനുഗ്രഹിച്ചതും ഈ അനുക്രമണികാ പർവ്വത്തിൽ പറയുന്നുണ്ട്. പക്ഷേ വ്യാസഭഗവാൻ ഗണപതി ഭഗവാന് പറഞ്ഞു കൊടുത്ത രീതിയിലോ ഗണപതി ഭഗവാൻ എഴുതിയെടുത്ത രീതിയിലോ മഹാഭാരതം നമുക്കിന്ന് ലഭ്യമല്ല. പിന്നീട് എന്തായി? ഇത് പല പല മഹർഷീശ്വരന്മാരിലേക്ക് പകർന്ന് കൊടുക്കപ്പെട്ടു. അങ്ങനെ ഒരിക്കൽ അർജുനൻ്റെ പുത്രനായിട്ടുള്ള അഭിമന്യുവിൻ്റെ പുത്രനായിട്ടുള്ള പരീക്ഷിത്തിൻ്റെ പുത്രനായിട്ടുള്ള ജനമേജയൻ ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ വൈശമ്പായന മഹർഷി വരികയാണ്. ആ വൈശമ്പായന മഹർഷി മഹാഭാരതം പഠിച്ചിട്ടുണ്ട്, ഡോക്ടർ ആ കഥയൊക്കെ പറഞ്ഞു. ഈ വൈശമ്പായന മഹർഷിയോട് ജനമേജയ രാജാവ് ഈ സത്രത്തിൽ അല്ലെങ്കിൽ ഈ യാഗത്തിൽ വെച്ച് മഹാഭാരതം ഒന്ന് പറഞ്ഞു തരാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ അവിടെ വെച്ച് മഹാഭാരതം പറഞ്ഞു കൊടുക്കുന്നു. ഇത് അവിടെ ഇരിക്കുന്ന മുനിമാരെല്ലാം കേൾക്കുന്നുണ്ട്, യാഗം കൂടാൻ വന്ന. അതിലൊരു മുനിയാണ് ഉഗ്രശ്രവസ്. അദ്ദേഹം എന്ത് ചെയ്തു? കുറേ കാലം കഴിഞ്ഞ് നൈമിഷാരണ്യത്തിൽ പോയി. നൈമിഷാരണ്യത്തിൽ പോയപ്പോൾ അവിടെ മുനിമാരെല്ലാം ഇദ്ദേഹത്തിനെ വളഞ്ഞു. സൂതൻ എന്നാണ് ഇദ്ദേഹത്തിനെ പറയുന്നത്. കഥ പറയുന്നവരെ, വളരെയധികം കഥ പറയാൻ ചാതുര്യമുള്ളവരെയാണ് സൂതൻ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ചുറ്റും വളഞ്ഞിട്ട് പറഞ്ഞു, അങ്ങ് 4 വേദങ്ങളുടെയും സാരമായിട്ടുള്ളതും വേദവ്യാസനാൽ രചിക്കപ്പെട്ടതും മുനിമാരാൽ പ്രകീർത്തിക്കപ്പെടുന്നതുമായിട്ടുള്ള മഹാഭാരതം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, പണ്ട് ജനമേജയ മഹാരാജാവ് ഒരു യാഗം നടത്തി, അത് കൂടാൻ ഞാൻ പോയിരുന്നു. അപ്പം എന്തുണ്ടായി? അവിടെ വൈശമ്പായന മഹർഷി ഈ മഹാഭാരത കഥ പറഞ്ഞു, അത് ഞാൻ കേട്ടു, അത് ഞാൻ നിങ്ങൾക്കായിട്ട് വർണ്ണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് മഹാഭാരത കഥ പറയുന്നത്. ഈ രീതിയിലാണ് ഇത് പോരുന്നത്. ഇത് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഈ വൈശമ്പായന മഹർഷിയുടെ വിഷ്ണു സഹസ്രനാമം ശരിക്കും അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും. വിഷ്ണു സഹസ്രനാമവും ശിവസഹസ്രനാമവും എല്ലാം മഹാഭാരതത്തിലുള്ളതാണ്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പൂർവ്വപീഠികയിൽ അതും ഇതിൻ്റെ രംഗമൊക്കെ പറയുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമം ചൊല്ലാനുള്ള രംഗം അതിൽ പറയുന്നുണ്ട്, ശ്രീ വൈശമ്പായന ഉവാച ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിരശാന്തനവം പുനരേവാപ്യഭാഷത. അപ്പം അവിടെ വൈശമ്പായന ഉവാച എവിടുന്ന് വന്നു? വൈശമ്പായന മഹർഷി മഹാഭാരതത്തിനുള്ളിലായതുകൊണ്ടാണ്. ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശഃ, പാപം തീർക്കാനുള്ള എല്ലാ ധർമ്മങ്ങളെയും പറ്റി ഉള്ള വിവരണം ആര് കേട്ടു? യുധിഷ്ഠിരൻ കേട്ടു. എന്നാലും യുധിഷ്ഠിരന് തൃപ്തി വന്നില്ല. അപ്പം എന്തു പറഞ്ഞു? ശ്രുത്വാ ധർമാനശേഷേണ പാവനാനി ച സർവശഃ യുധിഷ്ഠിര ശാന്തനവം പുനരേവാപ്യഭാഷത. അപ്പം അതുകൊണ്ടൊന്നും തൃപ്തിയാകാതെ യുധിഷ്ഠിരൻ വീണ്ടും കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള യുധിഷ്ഠിരൻ്റെ 6 ചോദ്യങ്ങൾ. കിമേകം ദൈവതം ലോകേ കിം വാപ്യേകം പരായണം എന്നൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ. അതിൽ അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എല്ലാ ധർമ്മങ്ങളും ഇതാരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ആരോടാണ് ചോദിക്കുന്നത്? ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനോടാണ് ചോദിക്കുന്നത്. അവസാനം ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരമമായിട്ടുള്ള ഈ 6 ചോദ്യത്തിൻ്റെ അവസാനം തന്നെയാണ് ചോദിക്കുന്നത്, ധർമ്മങ്ങളിൽ വെച്ച് പരമമായിട്ടുള്ള ധർമ്മം ഏതാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ശരശയിൽ കിടന്ന് വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുന്നത്. ഭഗവാനെ തൻ്റെ സഹസ്രനാമങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വൈശമ്പായന മഹർഷി എങ്ങനെ എത്തി എന്ന് മനസ്സിലായില്ലേ? മഹാഭാരതത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഈ വൈശമ്പായന മഹർഷി ഇവിടെ എത്തിയത്. അപ്പം ഈ ഒരു രീതിയിലാണ് ആ ഗ്രന്ഥം നമ്മളിലേക്ക് എത്തിയത്. പക്ഷെ ഇതൊരു കാവ്യമാണ്. വ്യാസഭഗവാൻ സംസ്കൃതത്തിലാണ് രചിച്ചത്. അപ്പം കൈരളിക്ക് ഇതെങ്ങനെ ലഭിച്ചു? നമുക്ക് ഇതെങ്ങനെ ലഭിച്ചു? കണ്ണശൻ്റെ ഭാരതമാല എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. പിന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ട്. ഈ 2 ഗ്രന്ഥങ്ങളും വ്യാസഭഗവാന്റെ മൂലകൃതിയുടെ സംക്ഷിപ്തമായിട്ടുള്ള വിവരണമാണ്. മുഴുവനില്ല, 1.5 ലക്ഷം ശ്ലോകങ്ങളില്ലേ, അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള വിവരണമാണ്. എന്നാൽ പിന്നീട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പദാനുപദം വിവർത്തനം ചെയ്തു. വൃത്തങ്ങൾ ഉൾപ്പെടെ, ഏത് വൃത്തമാണോ ഉപയോഗിച്ചിരിക്കുന്ന അതേ വൃത്തങ്ങൾ ഉൾപ്പെടെ 1.25 ലക്ഷം ശ്ലോകങ്ങളും തർജ്ജിമ ചെയ്തു.
പദ്യരൂപത്തിൽ തന്നെ. ഈ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം നിമിഷ കവിയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരാളിനെ അടുത്തിരുത്തും, എന്നിട്ട് സംസ്കൃതത്തിലുള്ള ഒരു ശ്ലോകം ചൊല്ലാൻ പറയും. അത് ചൊല്ലി കേട്ടാലുടൻ തന്നെ അത് മലയാളത്തിലേക്ക് പദ്യമായിട്ട് അതേ വൃത്തത്തിൽ അദ്ദേഹം തർജ്ജമ ചെയ്യും. എഴുതിയെടുക്കാൻ ഒരാൾ അടുത്തിരിപ്പുണ്ട്. വേഗം അടുത്തിരിക്കുന്നയാൾ ഇത് എഴുതിയെടുക്കും. വെറും 3 വർഷം കൊണ്ടാണ് ഈ തപസ് പൂർത്തിയാക്കിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ള തപോധനന്മാരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് ലഭിച്ചത്. പക്ഷേ അതും പദ്യരൂപത്തിലാണ്. അപ്പോൾ പദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു ദഹിക്കുന്നതല്ല. പിന്നീട് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനാണ് ഈ മഹാഭാരതത്തെ ഗദ്യരൂപത്തിലാക്കി നമുക്ക് സമ്മാനിച്ചത്. 40 വോള്യമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ടുള്ള സത്യഭാമയുടെ അപകട മരണത്തെ തുടർന്ന് അദ്ദേഹം വളരെ ദുഃഖിതനായി. അപ്പം തൻ്റെ ശ്രദ്ധയൊന്ന് മാറ്റുന്നതിനായിട്ടാണ് ഈ ബൃഹത് ഗ്രന്ഥത്തെ അദ്ദേഹം വിവർത്തനം ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ വിവർത്തനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം തന്നെ ചിന്തിക്കുന്നുണ്ട്, തന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്ന്. കാരണം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പദ്യരൂപത്തിൽ ആക്കിയതാണ്. അതിനെയാണ് എടുത്ത് ശ്രമിക്കുന്നത്. അതിനെ വള്ളത്തോളൊക്കെ വളരെയധികം പുകഴ്ത്തിയിട്ടുണ്ട് കേട്ടോ. തനിയെ 3 ആണ്ടിട കൊണ്ട് മഹാഭാരതം തനിയെ രചിച്ച തർജ്ജമ ചെയ്ത ധീമാൻ എന്നാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പറ്റി വള്ളത്തോൾ പറഞ്ഞത്. തനിയെ, തനിച്ച് തന്നെയല്ലേ തർജ്ജമ ചെയ്ത്. 3 ആണ്ടിട കൊണ്ട്, 3 വർഷം കൊണ്ട് മഹാഭാരതം എന്ന് വെച്ചാൽ മഹാഭാരതം തർജ്ജമ ചെയ്ത ധീമാൻ. അപ്പം അതിനെ വീണ്ടും എന്താണ് ഗദ്യരൂപത്തിലാക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചത്. ഏകദേശം 20,000 ഫുൾ സ്കാപ്പ് പേപ്പർ വന്നു എന്ന് പറയുകയാണ് ഇത് മുഴുവൻ എഴുതാൻ വേണ്ടിയിട്ട്. 20,000 ഫുൾ സ്കാപ്പ് പേപ്പറിൽ ഒരു ദിവസം 10 മണിക്കൂർ തൊട്ട് 12 മണിക്കൂർ വരെ ചെലവഴിച്ചപ്പോഴാണ് ഈ വിദ്വാൻ പ്രകാശത്തിന് ഈ മഹാഭാരതം മുഴുവൻ എഴുതി തീരാൻ സാധിച്ചതെന്ന് പറയാണ്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 40 വോള്യങ്ങളിൽ. പക്ഷെ എന്ത് ചെയ്തു, കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കോപ്പിയെല്ലാം തീർന്നു. അപ്പം അതുകൊണ്ട് വീണ്ടും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് 10 വോള്യമായിട്ട് ഇത് ഇറക്കിയിട്ടുണ്ട്. വളരെ ആധികാരികമായിട്ടുള്ള മഹാഭാരതത്തെ സമീപിക്കാനും പഠിക്കാനും താല്പര്യമുള്ളവർക്കുള്ള ഒരു ഗ്രന്ഥമാണിത്. ഞാനിതൊക്കെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗുരുസ്മരണ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ മഹാഭാരതമൊക്കെ സമ്മാനിച്ചവരെ ഒന്ന് സ്മരിക്കുക എന്നുള്ളത്. എന്നാൽ മലയാള ഭാഷയിൽ മാത്രമല്ല, വേറെ പല ഭാഷയിലേക്കും മഹാഭാരതം സംക്ഷിപ്ത രൂപത്തിലൊക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രധാനം നമ്മൾ രാജാജി എന്ന് വിളിക്കുന്ന സി രാജഗോപാലാചാരിയുടെ മഹാഭാരതം ട്രാൻസ്ലേഷനാണ്. മുഴുവനായിട്ടല്ല, 107 കഥകളിലൂടെ വളരെ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം മഹാഭാരതം രചിച്ചിട്ടുണ്ട്. 14 ലക്ഷം കോപ്പികളാണ് അതിൻ്റെ വിറ്റഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് നമ്മുടെ തുറവൂർ വിശ്വംഭരൻ സാറ് മഹാഭാരതം ഒരു പുനർവായന എന്നുള്ള ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇതെല്ലാമാണ് ഏകദേശം നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാഭാരതങ്ങൾ. അതുകൊണ്ട് ഈ ഗുരുക്കന്മാരെല്ലാം ഒന്ന് നമസ്കരിക്കുക കൂടി ചെയ്യുന്നു. എന്നാൽ ഇതിനെല്ലാം അപവാദമായിട്ട് മഹാഭാരതത്തെ വളച്ചൊടിച്ച, വികലമായി ചിത്രീകരിച്ച ആളുകളുമുണ്ട്. PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെയും MT വാസുദേവൻ നായരുടെ 2ാം ഊഴവും എല്ലാം ഈ കാറ്റഗറിയിൽ പെടുന്നതാണ്. എന്നുകൂടെ സൂചിപ്പിക്കാതെ തരമില്ല. മഹാഭാരതത്തിനെ പറ്റിയുള്ള ഒരു ആമുഖം മാത്രമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ വിഷയമെന്നുള്ളത് ഭീഷ്മപർവം ഒരു പുനർവായന. മഹാഭാരതത്തിൽ 18 പർവങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിലെ 6ാമത്തെ പർവമാണ് ഭീഷ്മപർവം. ഇതിൽ വീണ്ടും 4 പർവങ്ങളുണ്ട്. ഈ 4 പർവങ്ങളും കൂടെ ചേർത്ത് 122 അധ്യായങ്ങളുണ്ട്. ചിലയിടത്ത് പാഠഭേദമുണ്ട്, 124 അധ്യായങ്ങളെന്നുണ്ട്. കണക്കിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട. എന്താണെങ്കിലും ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഈ ഭീഷ്മപർവത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്ന 1-ാം ദിവസം തൊട്ട് ഭീഷ്മര് നിലം പതിക്കുന്ന 10-ാം ദിവസം വരെയുള്ള രംഗങ്ങളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനിടയ്ക്ക് പല മഹാരഥന്മാരും മരിക്കുന്നുണ്ട്. കർണന് ഈ 10 ദിവസവും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം ഭീഷ്മരാണ് സർവ്വസൈന്യാധിപൻ. ഇപ്പോൾ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സർവ്വസൈന്യാധിപനായിരിക്കുന്നിടത്തോളം കാലം കർണനെ ഞാൻ അസ്ത്രം തൊടിയിക്കില്ല, വില്ല് തൊടിയിക്കില്ല, യുദ്ധം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്.
അപ്പം കർണന് പ്രത്യേകിച്ച് ഇവിടെ റോളൊന്നുമില്ല. പിന്നെ ഈ ഭീഷ്മപർവത്തിൽ വരുന്നതാണ് ഭഗവാൻ അർജുൻ ഉപദേശിച്ചു കൊടുത്ത ഭഗവത്ഗീത. അതാണ് ഇതിൻ്റെ അകത്തെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമുള്ള ഒന്ന്. ഈ ഭഗവത്ഗീതയ്ക്ക് ശങ്കരാചാര്യർ ഭാഷ്യവും രചിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സാധാരണ ആചാര്യന്മാർ പറയാറുണ്ട് മഹാഭാരതത്തിൽ 5 രത്നങ്ങളാണ് ഉള്ളത് എന്ന്. ഈ 5 രത്നങ്ങൾ ഓരോന്നായിട്ട് പറയാം. ആദ്യത്തേത് ധൃതരാഷ്ട്രരും വിദുരരും തമ്മിലുള്ള സംവാദം, കോൺവെർസേഷൻ ബിറ്റ്വീൻ ധൃതരാഷ്ട്ര ആൻഡ് വിദുര. ഇതിന് നമ്മൾ പറയുന്ന പേര് വിദുരനീതി എന്നുള്ളതാണ്. രണ്ടാമത്തേത് ധൃതരാഷ്ട്രരും സനത് കുമാരനും തമ്മിലുള്ള സംവാദം, സനത് സുജാതീയം. മൂന്നാമത്തേത് യുധിഷ്ഠിരനും യക്ഷനും തമ്മിലുള്ള ചോദ്യോത്തര പങ്ക്തി, അല്ലേ? ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻസിൻ്റെ ചോദ്യത്തിൻ്റെ പേരിൽ പ്രശസ്തമാകുന്നത്. യക്ഷപ്രശ്നം എന്നാണ് പേര് തന്നെ. കാരണം ഉത്തരങ്ങളെക്കാൾ വളരെയധികം കൗതുകമുള്ളതും വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതുമായിരുന്നു യക്ഷൻ്റെ ചോദ്യങ്ങൾ, അല്ലേ? അതുകൊണ്ട് യക്ഷപ്രശ്നം. നാലാമത്തെ രത്നമാണ് ഭഗവത്ഗീത, ഭഗവാനും അർജുനനും തമ്മിലുള്ള സംവാദം. അഞ്ചാമത്തെ രത്നമാണ് വിഷ്ണു സഹസ്രനാമം, ഭീഷ്മര് യുധിഷ്ഠിരനും മറ്റുള്ള എല്ലാവർക്കും ഉപദേശിച്ചു കൊടുത്തത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ശങ്കരാചാര്യർ പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം എഴുതി. പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, ഭഗവത്ഗീത, അതുപോലെ തന്നെ ബ്രഹ്മസൂത്രം. ഇത് 3 പ്രസ്ഥാനത്രയം. 10 ഉപനിഷത്തുകൾക്ക് ഭാഷ്യം എഴുതി. പിന്നെ ഉപനിഷത്ത് സാരമായിട്ടുള്ള ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതി. ഭാഷ്യം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം, എക്സ്പ്ലനേഷൻ എന്ന് ഓർത്താൽ മതി. ബ്രഹ്മസൂത്രങ്ങൾക്കും ഭാഷ്യം എഴുതി. അപ്പം 5 രത്നങ്ങളിൽ 1 ഭാഷ്യം എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ വിഷ്ണു സഹസ്രനാമത്തിനും സനത് സുജാതീയത്തിനും ശങ്കരാചാര്യ ഭാഷ്യം എഴുതി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിലും ചില ആചാര്യന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ നോക്കിയാൽ മഹാഭാരതത്തിലെ 5 രത്നങ്ങളിൽ 3 ശങ്കരാചാര്യ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മഹാഭാരതത്തിൻ്റെ വലിപ്പം, മാഹാത്മ്യം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും.